75 വയസ്സുകാരനെ പെൺകുട്ടി പോക്സോ കേസിൽ കുടുക്കിയത് കാമുകനെ രക്ഷിക്കാനെന്ന് ഒടുവിൽ തെളിഞ്ഞു. പെൺകുട്ടിയുടെ കള്ളമൊഴിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ വൃദ്ധന് പോക്സോ കേസിൽ വിചാരണ തടവുകാരനായി 285 ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. താൻ നേരത്തെ തെറ്റായ മൊഴിയാണ് നൽകിയതെന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായ അതിജീവിത കോടതിയിൽ പറഞ്ഞതിനെ തുടർന്ന് 75 വയസ്സുകാരനെ കുറ്റക്കാരനിൽ കണ്ട് കോടതി വിട്ടയച്ചു. ആലപ്പുഴ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആലപ്പുഴ പോക്സോ കോടതി ജഡ്ജി റോയ് വർഗീസ് ഇന്നലെ വിധി പറഞ്ഞത്. തെറ്റായ മൊഴിയാണ് നൽകിയതെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയതോടെ കാമുകനെതിരെ പോലീസ് കേസെടുത്തു. 2022 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ പെൺകുട്ടി അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം. ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന വയോധികൻ പെൺകുട്ടിയുടെ വീട്ടിൽ സഹായങ്ങൾ ചെയ്തിരുന്നു. ആ കാലത്ത് വയോധികൻ തന്നെ ഉപദ്രവിച്ചുവെന്നും ഗർഭിണിയാക്കിയെന്നും പെൺകുട്ടി കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. തുടർന്നാണ് പോലീസ് വൃദ്ധനെതിരെ കേസെടുത്തത്. അറസ്റ്റിലായ പ്രതിക്ക് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ക്രോസ് വിസ്താരം നടത്തുന്നതിനിടയിൽ കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി സത്യം വിളിച്ചു പറഞ്ഞത്. ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വൃദ്ധനെതിരെ മൊഴി നൽകിയതെന്ന് പെൺകുട്ടി കോടതിയിൽ വെളിപ്പെടുത്തി. ഇതിനെ തുടർന്ന് കോടതി കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. കാമുകനുമായുള്ള ബന്ധം മനസ്സിലാക്കിയ വൃദ്ധൻ തന്നെ ഉപദേശത്തിന്റെ വിരോധത്തിലും കാമുകനെ രക്ഷിക്കാനുമാണ് തെറ്റായ മൊഴി നൽകിയതെന്നും പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു. ഇതോടെ കേസ് വീണ്ടും അന്വേഷിക്കാൻ നോർത്ത് പോലീസിന് കോടതി നിർദ്ദേശം നൽകി. പുനരന്വേഷണത്തിൽ വൃദ്ധൻ നിരപരാധിയാണെന്ന മൊഴിയിൽ പെൺകുട്ടി ഉറച്ചുനിന്നു. പ്രതിക്കു വേണ്ടി അഭിഭാഷകരായ പി ബൈജു, ഇ സഖറിയാസ് എന്നിവരാണ് ഹാജരായത്. ഈ കേസ് ഇപ്പോൾ ചെങ്ങന്നൂരിലെ പോക്സോ കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.